ഒരു തടവുകാരൻ, അത് എക്സ് ഓർ വൈ ആരോ ആയിക്കൊള്ളട്ടെ, ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോർട്ട് ഉണ്ടാവും. അപ്പോൾ പോലീസ് എസ്കോർട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു. ആ നടപടി എങ്ങനെയുണ്ടായത്? പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല. പോലീസിൻ്റെ, ഞാൻ പറഞ്ഞേക്ക്, പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ? അല്ല. പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു, സർക്കാരിന് ബോധ്യപ്പെട്ടു. സർക്കാർ നടപടിയെടുത്തു. 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു. ഇനി പരോളില്ല. മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോൾ പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്ക ലംഘനം നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത്.